വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി വിളിക്കാത്തതിലും പ്രീതിയും കൂട്ടി വരാത്തതിലും ഒക്കെ അങ്ങ് ടെൻഷൻ അടിക്കുന്ന അർജുൻ ഒന്നുകൂടി വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരം ഫോൺ ബെല്ലടിക്കുമ്പോൾ അർജുനേട്ടനെന്ന് കാണുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എടുക്ക് ആൻറ്റി, എടുത്ത് 2 ചീത്ത കൊടുക്കുമെന്ന് സുസ്മിത പറയുകയാണ്. തുടർന്ന് ഫോൺ എടുക്കുമ്പോൾ പ്രീതിയും കൂട്ടി ശാലിനി ഉടനെ വരുമല്ലോ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഇവിടെ നിന്ന് ആരും വരാൻ പോകുന്നില്ല നിന്റെ പള്ളിക്കെട്ടിന് എന്ന് സത്യഭാമ പറയുകയാണ്. അന്നേരം സത്യാമ്മയെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എൻ്റെ സമ്മതത്തോടു കൂടിയല്ല, എനിക്കിഷ്ടമല്ല ഈ വിവാഹം എന്ന് പറയുകയാണ്. അന്നേരം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ നിൻ്റെ അമ്മയോട് പോയി പറയ്, വേറെ പെണ്ണിനെ കെട്ടിച്ച് തരാനായിട്ട് എൻ്റെ മോളെ കണ്ടിട്ട് നീ ഇങ്ങോട്ട് വരെയും വേണ്ട, വിളിക്കുകയും വേണ്ട, നീ മേലാൽ ഇങ്ങോട്ട് വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഭാമ ഫോൺ വയ്ക്കുകയാണ്. അർജുന് പറയാനുള്ളതൊന്നും ഭാമ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. തുടർന്ന് രാഘവൻ നായരും അതിനെതിരെ ഭാമയെ ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്ലീസ് രാഘവേട്ട ഇതിൽ ഇടപെടരുത് എന്നും പറഞ്ഞ് രാഘവൻ നായരുടെ മുമ്പിൽ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് തൊഴുത് കാണിക്കുകയാണ് ഭാമ. ഇതേ സമയം വാതിൽക്കൽ അങ്ങ് സത്യാമ്മയെ തുറക്ക്, അമ്മയെ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയും ശാലിനിയും ബഹളമുണ്ടാക്കുകയാണ്. തുടർന്ന് അതേസമയം അമ്പലത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം വരനെ വിളിക്കാനായിട്ട് തിരുമേനി പറയുകയാണ്. തുടർന്ന് ഹേമലത അവിടെ കാവലിന് ഏർപ്പാടാക്കിയിട്ടുള്ള തൻ്റെ ഒരാളോട് ഇങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അർജുനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. തുടർന്ന് ആ ആള് അവിടേക്ക് ചെന്ന് അർജുനെ തിരക്കുകയാണ്. ഇതേ സമയം ശാലിനിയെ വിളിച്ചിട്ടും കാര്യം രക്ഷയില്ല. അപ്പോൾ പിന്നെ സത്യാമ്മ ഫോൺ അറ്റൻഡ് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. ഇനി എന്താ വഴി എന്ന് ഒരു നിമിഷം ഓർത്ത ശേഷം കയ്യിലിരുന്ന ഡ്രസ്സ് അമ്പലത്തിൻ്റെ ആ നടയിലേക്ക് തന്നെ അങ്ങ് എറിഞ്ഞിട്ട് ഇതേ ഉള്ളൂ ഒരു വഴിയെന്നും പറഞ്ഞ് വണ്ടി എടുത്ത് അർജുൻ പോവുകയാണ്. അന്നേരം ഇത് അർജുനെ തിരക്കി വന്ന ഹേമലതയുടെ ആൾ കാണുന്നുണ്ട്. അവിടെ നിൽക്കുന്നൊക്കെ പുറകെ വിളിച്ച് ചെല്ലുമ്പോഴേക്കും അർജുൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. പ്രീതിയുടെ വീട്ടിലേക്കാണ് അർജുൻ പോകുന്നത്. തുടർന്ന് അയാൾ ചെന്ന് ഹേമലതയോട് പറയുന്നുണ്ട് ചതിച്ചു, ആ പയ്യൻ ബൈക്ക് കയറി പോയി എന്നൊക്കെ. അന്നേരം ദേഷ്യത്തോടു കൂടി ഹേമലത ഇങ്ങനെ വസുമതിയെ നോക്കുമ്പോൾ ഒരു നിമിഷം പേടിക്കുന്ന വസുമതി അങ്ങ് ഇല്ലാതാവുകയാണ്. പേടിച്ച് വസുമതി നിൽക്കുന്നുണ്ട്. തുടർന്ന് ഗോപി പിള്ളയും ഹേമലതയോടാണ് ആ ദേഷ്യങ്ങളൊക്കെ തീർക്കുന്നത്. എൻ്റെ കുട്ടിയെയും ഞങ്ങളെയും ഒക്കെ ഒരുങ്ങി ഇറക്കിയത് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ, നമ്മളിനി എന്ത് ചെയ്യുമെന്നൊക്കെ നിൻ്റെ ഉറപ്പിന്മേലല്ലേ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹേമലതയ്ക്കും ഉത്തരം മുട്ടുകയാണ്. തുടർന്ന് ഹേമലത കുറേ ആലോചിച്ച് അമ്പലത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അടുത്ത വസുമതി നിപ്പുണ്ട്. തുടർന്ന് ഹേമലത തൻ്റെ ആളുകളോട് അർജുൻ എങ്ങോട്ടാണ് പോയതെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ആ ലൊക്കേഷനൊക്കെ ഞങ്ങൾ കിട്ടി, നമ്മുടെ ഫുൾ ഗ്യാങ് അവിടെയുണ്ട്, ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്തത് കൊണ്ടുവരുന്നത് പോലെ ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറയുകയാണ്. അന്നേരം അത് വേണ്ടാന്ന് ഹേമലത പറയുമ്പോൾ ഗോപികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കല്യാണം മുടങ്ങട്ടെ എന്നാണോ നിൻ്റെ തീരുമാനമെന്ന്. അന്നേരം അങ്ങനെയല്ല, ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കനെ കൊണ്ടുവന്ന് കല്യാണം നടത്തിക്കുക എന്ന് പറയുന്ന, പിടിച്ചുകൊണ്ടുവന്ന് കല്യാണം നടത്തിക്കുക എന്ന് പറയുന്ന ഒരു അപമാനമല്ലേ. പക്ഷേ പയ്യനെ കൊണ്ടുവരേണ്ട ചുമതല വസുമതി കുഞ്ഞമ്മയ്ക്കാണ്. എന്താ അങ്ങനെയല്ലേ വസുമതി കുഞ്ഞമ്മയെ കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും വസുമതി ശരിയാണ്, ഞാൻ കൊണ്ടുവരാം, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ചിത്രയുടെ കൈയും പിടിക്കുകയാണ് വസുമതി. വാ മോളെ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ്. അന്നേരം ഒരു നിമിഷം ചിത്രയെ നോക്കിയ ശേഷം ഹേമലത വസുമതിയുടെ പിടിയിൽ നിന്നും ചിത്രയുടെ കൈയങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ചിത്ര ഇവിടെ നിൽക്കട്ടെ, അർജുനെ കൊണ്ടുവരുന്നത് വരെ ചിത്ര ഇവിടെ നിന്നോട്ടെ, റോഷ്നി ആകെ ഡിസ്റ്റർബ്ഡായി നിൽക്കുകയല്ലേ, അവൾക്കൊരു കമ്പനി ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ചിത്രയും വസുമതിയും ഒരുപോലെ പേടിക്കുന്നുണ്ട്. തുടർന്ന് തൻ്റെ നിബന്ധന ഹേമലത വസുമതിയോട് പറയുകയാണ്. വസുമതി കുഞ്ഞമ്മയ്ക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ട്, അത് ക്രോസ് ചെയ്താൽ വസുമതി കുഞ്ഞമ്മ അതായത് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പേ അർജുനെ വസുമതി കുഞ്ഞമ്മ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. ആ മുഹൂർത്തം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ വസുമതി കുഞ്ഞമ്മയുടെ മക്കളിൽ ഒരാളെ ശേഷിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഹേമലതയെന്ന് ഉറക്കെ വസുമതി വിളിക്കുന്നുണ്ട്. പക്ഷേ പോയി കൊണ്ടുവാ വസുമതി എന്നിങ്ങനെ അഹങ്കാരത്തോടും ദേഷ്യത്തോടും കൂടി ഹേമലത പറയുകയാണ്. അന്നേരമാണ് ചതി വസുമതിയും ചിത്രയും മനസ്സിലാക്കുന്നത്. തുടർന്ന് സമയം വൈകുന്നു, പെട്ടെന്ന് പോയിട്ട് വാന്ന് ഹേമലത ഒന്നുകൂടി പറയുമ്പോൾ ചിത്രയെ ഒന്ന് നോക്കിയിട്ട് വസുമതി പോകുന്നുണ്ട്. പക്ഷെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ചിത്ര. തുടർന്ന് കാർ ഓടിച്ചു പോകുന്ന വസുമതി ഹേമലതയുടെ ആൾക്കാർ അർജുൻ പോയത് ഇരുമ്പ് പാലത്തിനടുത്തേക്കാണെന്ന് പറഞ്ഞു തോർക്കുന്നുണ്ട്. തുടർന്ന് വസുമതി തനിയെ പറയുകയാണ്, അപ്പോൾ നീ പോയിരിക്കുന്നത് അവളുടെ അടുത്തേക്കാണ്, പ്രീതിയുടെ അടുത്തേക്ക്. അപ്പോൾ ഈ കളി നിൻ്റേതാണല്ലേ സത്യഭാമേ, നിൻ്റെ കളിയൊക്കെ ഇന്ന് ഞാൻ തീർത്ത് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി കാർ ഓടിച്ച് വസുമതി പോവുകയാണ്. ഇതേസമയം ബൈക്കിൽ പോകുന്ന അർജുനെയും കാണിക്കുന്നുണ്ട്. അർജുൻ പ്രീതിയുടെ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഈ സീനുകൾക്കൊക്കെ ഇടയ്ക്ക് വീണ്ടും ശാലിനിയും പ്രീതിയും കൂടി വാതിൽ കിടന്ന് മുട്ടുന്നതും സെറ്റിയിലെ കണ്ണടച്ച് സത്യഭാമ ഇരിക്കുന്നതും ദേഷ്യത്തോടു കൂടി രാഘവൻ നായർ ഇരിക്കുന്നതും ഒക്കെ മാറി മാറി കാണിക്കുന്നുണ്ട്.
ഇതേസമയം സത്യഭാമയുടെ വീട്ടിലെത്തുന്ന അർജുൻ മുറ്റത്തുനിന്ന് നോക്കുമ്പോഴേ സത്യഭാമ ഹാളിലിരിക്കുന്നത് കാണുന്നുണ്ട്. അന്നേരം സത്യാമ്മ ഹാളിൽ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഓർത്ത് അവിടെ തന്നെ നിൽക്കുമ്പോൾ വാതിൽ തുറക്കുന്നൊക്കെ മോളിൽ നിന്ന് അവർ വിളിച്ചു പറയുന്ന കേൾക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഊഹം ശരിയായില്ല, അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്, എങ്ങനെയും അവരുടെ അടുത്തെത്തണം എന്ന് ചിന്തിക്കുന്ന അർജുൻ പിന്നാമ്പുറത്തെ സ്റ്റെയറിൽ കൂടി മുകളിലെ ബാൽക്കണിയിൽ കയറുകയാണ്. തുടർന്ന് ഒരുവിധം വീട്ടിനകത്തേക്ക് കയറിയ ശേഷം പ്രീതിയുടെ വാതിലിന് അടുത്തെത്തുന്നുണ്ട്. ഇതേസമയം ആകെ സങ്കടപ്പെട്ട് അകത്തെ റൂമിൽ നിന്ന് പ്രീതി അങ്ങ് കരയുകയാണ്. അമ്മ എന്തായാലും റൂം തുറക്കില്ല, നമ്മൾ ഭയപ്പെട്ടതുപോലെ കല്യാണം നടക്കും എന്നിങ്ങനെ കട്ടിലിങ്ങനെ തലവെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാതിൽ തുറന്ന് അർജുൻ അകത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം അർജുനെ കണ്ട് ആകെ സന്തോഷിക്കുകയാണ് പ്രീതി. അന്നേരം അർജുനേട്ടാന്നും പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം പ്രീതി എന്നും പറഞ്ഞ് അർജുനും പ്രീതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അന്നേരം അത് കണ്ട് ആകെ സന്തോഷിക്കുകയാണ് ശാലിനി. അർജുൻ പ്രീതിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റിന് പുറത്താണ് ബൈക്ക് നിർത്തിയിട്ടാണ് അർജുൻ കയറി വരുന്നത്. ഇതേസമയം ശാലിനി ചോദിക്കുന്നുണ്ട്, അർജുനേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അന്നേരം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ്, എൻ്റെ പിന്നാലെ അവരുണ്ടാകും, പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്നുണ്ട്. അന്നേരം പ്രീതി ഞാൻ പേടിച്ചു പോയി എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് കരുതി, ഒരിക്കലും ഞാൻ എൻ്റെ പ്രീതിയെ ഉപേക്ഷിക്കില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. ഇതേസമയം വസുമതിയും സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. തുടർന്ന് വാതിൽക്കൽ നിന്ന് തന്നെ സത്യഭാമയെന്ന് ഉറക്കെ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അന്നേരം അത്രയും സമയം കണ്ണടച്ചിങ്ങനെ ഇരുന്ന സത്യഭാമ ആ വിളി കേട്ട് ഇങ്ങനെ ഞെട്ടി ഉണരുന്നുണ്ട്. അന്നേരം ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം അർജുൻ എവിടെ? അവൻ ഇവിടെ തന്നെ ഉണ്ട്, അവനെ ഇങ്ങോട്ട് ഇറക്കി വിട്, എനിക്ക് സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല എന്ന് പറയുകയാണ്. അന്നേരം അർജുനോ എന്ന് സത്യഭാമ ഇങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരും പറയുന്നുണ്ട്, വസുമതി അർജുൻ ഇവിടെ വന്നിട്ടില്ല എന്ന്. അന്നേരം ഈ ചക്രക്കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരുവിധം കാര്യങ്ങളൊന്നും അറിയാത്തതാണ്, വേഷം മാറാനായിട്ട് അവനെ ഞാൻ പറഞ്ഞു വിട്ടതാണ്, അവൻ അവിടെ നിന്ന് മുങ്ങി, അപ്പോൾ 100% ഉറപ്പ് തന്നെയാണ്, അവൻ എന്തായാലും ഇവിടെ കാണും, ഇങ്ങോട്ട് ഇറക്കി വിട് എന്നൊക്കെ അങ്ങ് അലറുകയാണ് വസുമതി. ഇതേസമയം മോളിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചർച്ചയിലാണ് ശാലിനിയും പ്രീതിയും അർജുനും കൂടി. അന്നേരം ലോക്ക് ആരോ മാറ്റുന്നതായിട്ടുള്ള ശബ്ദം കേട്ട് അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്